എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചേട്ടൻ്റെ സംസാരമാണ്. ഉള്ള കാര്യമുള്ള പോലെ പറയും. ചന്ദ്രനിൽ ചോദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമൊക്കെ രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞത് വിളിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. വിനായകന്റെ ഒരു വീഡിയോ തെറി പറയുന്നതും മുണ്ടൊരു ആക്ഷേപം കാണിക്കുന്നതെല്ലാം കണ്ടു. ഇതൊക്കെ പൈസയുടെ അഹങ്കാരമാണ്, മനസ്സിലായില്ലേ? ശുദ്ധ തണ്ടിത്തരമാണ്. ചേട്ടൻ കേസുകളെ ഭയപ്പെടുന്നുണ്ടോ? മോളിൽ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, സൈഡിൽ നോക്കിയ കോടതി, ഇപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ. എൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വായന വേറെ വല്ലതൊക്കെ വരും. അതാണ് ഞാൻ 2 വീഡിയോ ഇട്ടാൽ 10 സിനിമയിൽ അഭിനയിച്ച പോലെയാണ്. ഞാനേ നന്നാവണില്ല, പിന്നെയാണ് ഞാൻ ഇടുന്ന വീഡിയോ കണ്ട് മറ്റുള്ളവർ നന്നാവും. എനിക്ക് സിൽവർ ബട്ടൺ തന്നിരിക്കുന്നത് ഡബറയുള്ളി എണ്ണമെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല. റാക്കറ്റ് വരെ ഭൂമിയിൽ നിന്ന് മോളിൽ പോണത്. ആകാശത്ത് വെച്ച് മാത്രം നടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മളെ തിരുവനന്തപുരം ഭാഷ തന്നെ പറയും കാക്കയെ പണി എന്ന് പറയും. ചേട്ടൻ കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടൻ നിങ്ങളും കണ്ടിട്ടുണ്ടപ്പോൾ 2 കാക്കയും കൂടെ വന്ന് ഒരു ഇടി പിടിക്കും, കുറച്ചു നേരം ഇങ്ങനെയാണ് ഇതാ പോണ. അത് മൂലം കൂടെയാണ് ഇടിക്കുന്നത്, തലയല്ല. യാതോ ഒരു ഒരുത്തം പറഞ്ഞില്ലേ, മയിൽ ഗണചേരൂല്ല, കണ്ണിൽ കൂടെയാണ് പ്രസവിക്കണമെന്ന, കണ്ണിൽ കൂടെയാണ് എന്തൊക്കെ പറഞ്ഞില്ലേ പരമ തണ്ടി. ഞാൻ മയിലിനെ കണ്ടിട്ടില്ല, കാക്കയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മയിൽ ദേശീയ പക്ഷിയാണ്, നാളെ എന്നെ എടുത്തോണ്ട് പോകും. ഒരു പക്ഷിയാണ്, എൻ്റെ പേര് ഞാൻ മറന്നു. അപ്പൊ പക്ഷിയുടെ പേരറിഞ്ഞൂടാ, പേര് മറന്നു. പറയില്ലാത്തവൻ പണ്ണാൻ പോയത് അതായി. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, അത്രയേ ഉള്ളൂ. സാമൂഹിക പ്രശ്നങ്ങളിൽ തൻ്റെ തുറന്ന പറച്ചിലുകൾ കൊണ്ടും ഓപ്പണായ സംസാരം കൊണ്ടും ഒരു പരിധിയുമില്ലാതെ ഒരു മാർഗരേഖയുമില്ലാതെ തൻ്റെ സംസാരം കൊണ്ട് കേരളക്കരയാകെ മൊത്തം യൂട്യൂബിൻ്റെ മുന്നിലെത്തിച്ച വ്യക്തി. ആദ്യമായി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എത്തിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പിന്നെ ആദ്യം കുറ്റം പറയാൻ തുടങ്ങി. അവസാനം കുറ്റം പറഞ്ഞവർ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയ്ക്കും കാത്തിരിക്കാൻ തുടങ്ങി. തൻ്റെ സംസാരം കൊണ്ടും തുറന്നു പറച്ചിലും കൊണ്ടും പ്രശസ്തിയായ കൃഷ്ണപ്രസാദ് ഏട്ടനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. കൃഷ്ണപ്രസാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറുക്കെങ്കിലും മനസ്സിലായി കാണും, മനസ്സിലാകാത്തവരും ഉണ്ടാവാം. ഞാൻ ചുരുക്കി പറയാം, എളുപ്പത്തിലാക്കി പറയാം. നമ്മുടെ സ്വന്തം ഡവറയൊളി ചേട്ടൻ. ചേട്ടാ നമസ്കാരം, വെൽക്കം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചേട്ടൻ്റെ വീഡിയോ വരുമ്പോൾ ചേട്ടാ ഇത് ആരടാ ഇത് എന്നൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും. ഇത് ഏതാ ഈ അമ്മാവൻ എന്നൊരു ചിന്ത. അതിൽ നിന്നും പിന്നെ ആദ്യം ഈ സംശയത്തോടെ നോക്കിയവർ ചേട്ടാ ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമാണ് അങ്ങനെ ചിന്തിച്ച ആൾക്കാർ വരെ ചേട്ടൻ്റെ ഒരു ആരാധകനായി മാറി എന്നൊരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. ചേട്ടനെ കാണുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി, വീഡിയോകൾക്കായി കാത്തിരിക്കാൻ തുടങ്ങി. ഞാൻ ഉദാഹരണമാണ് ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ. അല്ല പല വീഡിയോകൾക്കും ലക്ഷങ്ങൾ വ്യൂവേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ചേട്ടൻ്റെ ലൈഫിൽ ഈ മാറ്റം ഉണ്ടായത്? ആദ്യമായിട്ട് ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, തനിക്ക് പറയാനുള്ളത് ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയാം എന്നൊരു മാറ്റം ലൈഫിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായതേ ഉള്ളൂ. തുടങ്ങി ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരായിട്ട്. വാട്സപ്പിൽ ഞങ്ങളിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇടും. അപ്പോൾ എന്നാൽ കൊറോണ വന്ന് ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചുമ്മാ ഫോണിലെടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ക്രോമെൻ്റിലുണ്ടല്ലോ തങ്കച്ചൻ, പിന്നെ കാർത്തിക് സൂര്യ, വിക്കി തങ്ക്, ഇവരൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിയണില്ല. പിന്നെ ഞാൻ ഇതേപോലെ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഇവർ പല വീഡിയോകളും, പിന്നെ ഒരു ഭഗവാൻ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗും അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ വന്നു. അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി, ഗൾഫിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരായി. അങ്ങനെ തുടങ്ങി ഇപ്പോൾ 3 വർഷമാകുമ്പോൾ പോകുന്നു. മെയ് ആകുമ്പോൾ 3 വർഷം. എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. നിങ്ങൾ അവസാന വീഡിയോ ഇറങ്ങിയിട്ട് 10 ദിവസമായി അല്ലേ? 10 ദിവസങ്ങൾക്ക് മുമ്പല്ലേ ചേട്ടൻ്റെ അവസാനത്തെ വീഡിയോ? അത് യൂട്യൂബിൽ. ഇതിൽ ഇന്നലെ ഒരു വീഡിയോ എന്തോ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ഈ ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻ ഇപ്പം ഞാൻ ചെയ്യണമുണ്ട്. 1-2 ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യം ചേട്ടൻ്റെ സംസാരമാണ്. ഒരു മറയില്ലാതെ വെട്ടി തുറന്ന് പറയാന്നുണ്ടല്ലോ. പല ആൾക്കാരും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും പറ്റുമോ, അല്ലെ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുമോ, എന്നെപ്പറ്റി മോശം വിചാരിക്കുമോ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അങ്ങനെ സ്വയം ഒതുങ്ങുന്ന ആൾക്കാരാണ്. അതിനെല്ലാം മാറ്റി തുറന്നു പറച്ചിൽ പണ്ട് തൊട്ടേ ഉള്ളതാണോ അതോ യൂട്യൂബിലേക്ക് മാത്രം ചെയ്യുന്നതാണോ? ഇല്ല, ഞാൻ പണ്ട് തൊട്ടേ ഉള്ള കാര്യമുള്ള പോലെ പറയും. റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും തുറന്നു പറഞ്ഞൊരു ഇൻസിഡന്റോ അല്ലെങ്കിൽ അതിന്റെ പേരിലൊരു ഇഷ്യൂ ഉണ്ടായതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടോ ഇപ്പോൾ? ജീവിതം തന്നെ പോയി ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. എന്താ അങ്ങനെ ഒരു എന്തായിരുന്നു ആ ഇൻസിഡന്റ് ചേട്ടന് തോന്നിയൊരു കാര്യം? അത് എൻ്റെ ഫാമിലി, അവൾ ഡൈവേഴ്സ് ആയിട്ട് വേറെ കല്യാണം കഴിഞ്ഞു.
ഒന്ന് രണ്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പറ്റിയതാണത്. പിന്നെ ഞാൻ പഠിച്ച് തുറന്ന് പറയേണ്ടതേ പറയാവൂ, പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഈ ചേട്ടൻ്റെ ഈ പറച്ചിലിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അത് 100% ശരിയാണെന്ന് ചേട്ടൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ തോന്നാനുള്ള കാര്യം വ്യക്തിപരമായ അനുഭവമാണോ അതോ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ്? സമൂഹത്തിൽ നടക്കണം. ഇപ്പം കണ്ടില്ലേ, കഷായം, സമാധി, ഇങ്ങനെ ഒരുപാട് സംഗതികളല്ലേ ഇവിടെ നടക്കണത്. മകൻ അമ്മയെ അടിച്ചു കൊല്ലണം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. അപ്പോൾ ഇത് പിന്നെ മതത്തിൻ്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് പറഞ്ഞ കറക്റ്റാണെന്നുള്ള. ഇപ്പോൾ ഈ കഷായത്തിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ വിധിയും വന്നു കഴിഞ്ഞു. ചേട്ടൻ എന്താ വിധിയെ പറ്റി തോന്നിയത്? നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചാനലിൽ. അപ്പോൾ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത് പരമാവധി ശിക്ഷ എന്താണോ അത് തന്നെ ആ കുട്ടിക്ക് കിട്ടണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ചേട്ടൻ വ്യക്തിപരമായി ഇതിലെന്താണ് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് ഈ ഒരു മൊത്തം വാർത്തയെ പറ്റി? ഇത് 39 പേരെന്തോ തൂക്ക് ശിക്ഷ വിധിച്ച് നമ്മളെ കേരളത്തിലെ പല ജയിലുകളുമുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ 40ആയി. ഇതൊക്കെ ഇനി എത്രയോ വർഷങ്ങളെടുക്കും. ഇതിപ്പോൾ ഹൈക്കോടതി പോകുമ്പോൾ ജീവപര്യന്തമാവും, 2 ജീവപര്യന്തം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോകുമ്പം ഈ കേസിൽ മറ്റേ അതില്ല എന്ന് പറഞ്ഞ് തള്ളും. മാക്സിമം ഒരു 15 കൊല്ലം. ഇത് തന്നെയാണ് ജനങ്ങളും പറഞ്ഞ കാര്യം. ഈ കുട്ടി തന്നെ ഒരു ഇന്റർവ്യൂവിൽ എന്തോ ഒരു ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓടിപ്പോയ 36 വയസ്സ് വരെ, അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പുല്ലുപോലെ ജീവിക്കും. അത് ശരിക്കും കുറ്റം ചെയ്യുന്നവർക്ക് ഒരു ഭയങ്കര ഒരു പ്രചോദനമല്ലേ? ശരി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത അവർക്കില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മളെ ഇതിൻ്റെ ഇതാണെന്നാണ് തോന്നുന്നത്. നമ്മളെ ശിക്ഷാവിധികളൊക്കെ കുറച്ചുകൂടെ ഒന്ന് കടുപ്പിക്കണം. ഒരു ഇത് വേണം. ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഇവിടെ ജില്ലാ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി പോകുമ്പം അതിനൊരു ഇളവ് കിട്ടും. സുപ്രീം കോടതി പോകുമ്പോൾ ചിലപ്പോൾ കേസെടുത്ത് കളഞ്ഞെന്നും വരും. ചിലപ്പോൾ അവിടെയും കുറേ ഇളവ് കിട്ടും. അപ്പം 14 വർഷം ശിക്ഷിക്കുന്ന ഒരാൾ ഇതെല്ലാം മറികടന്ന് ഒരു കാശും കൂടെ വേണം. കാശില്ല എന്നാൽ ഒന്നും നടക്കില്ല. പോകുമ്പോഴത്തേക്ക് ഈ 14 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3-ൽ ഒതുങ്ങും. ചേട്ടാ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടൊരു കാര്യമാണ് നമ്മുടെ സിനിമാ നടൻ വിനായകൻ്റെ ഒരു വീഡിയോ. പുള്ളിക്കാരൻ വീഡിയോ ചേട്ടൻ കണ്ടു എന്ന് തോന്നുന്നു. തെറി പറയുന്നതും മുണ്ടൊരു ആക്ഷേപം കാണിക്കുന്നതെല്ലാം കണ്ടു. ചേട്ടൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് കണ്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ചേട്ടൻ റെസ്പോൺസ്? ഞാൻ മുൻപ് വിനായകൻ ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അതിന് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യോ അത് അറിയാതെ പറ്റിപ്പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ വേറൊരു കാര്യം, എന്നെ തല്ലല്ലേ അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് നടക്കണവൻ്റെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ പൈസയുടെ അഹങ്കാരമാണ്, മനസ്സിലായില്ലേ? പിന്നെ എന്തെങ്കിലും ഒരു കടുത്ത ഒരു ഇത് വരുമ്പോൾ അതിനകത്ത് ജാതി വർണ്ണം മറ്റതും മറിച്ചതൊക്കെ കൊണ്ടിട്ട് നമ്മൾ കാണിച്ചത് പരമ ശുദ്ധ തെണ്ടിത്തരമാണ്. നല്ല കഴിവുള്ള ഒരു ആളല്ലേ, ഏത് ലെവലിൽ നിൽക്കേണ്ട ആളാണ്. പക്ഷേ ഇതാണ് ദൈവം എല്ലാവർക്കും അറിഞ്ഞ് എല്ലാം കൊടുക്കില്ല എന്ന് പറയില്ലേ, അതുപോലെ ഇവന് പറ്റിയ ഒരു സംഭവമാണത്. പൈസ വന്ന് കയറിയപ്പോൾ പിന്നെ ഫാമിലിയായിട്ടൊക്കെ എന്തോ പ്രശ്നങ്ങളാണ്. ചേട്ടൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അധികം ഡിലീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വീഡിയോ, ഒരു പ്രമുഖ നടിയുടെ ഒരു വീഡിയോ, അത് ഭയങ്കര വൈറലായി. ചേട്ടനിലൊരു നല്ല വ്യൂവേഴ്സും വന്നൊരു വീഡിയോ, അത് ഒരു സമയം കഴിയുമ്പോൾ ചേട്ടൻ ഡിലീറ്റ് ചെയ്തായിട്ട് കണ്ടു. അതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? അത് 2 പേരെ ചീത്ത വിളിച്ചത്, അത് 400K അങ്ങനെ എന്തോ പോയത്. അതെ, 4 ലക്ഷത്തിന് പുറത്ത് കണ്ടത്. അപ്പോൾ എനിക്ക് മോളിൽ നിന്ന് വിളി വന്നു, അത് ഡിലീറ്റ് ചെയ്യണം, കാര്യം അവരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു സൈബർ സെല്ലിൽ. അത് കഴിഞ്ഞ് ഈ ട്രോളർമാർ അതിനെടുത്ത് അങ്ങ് പറത്തി എൻ്റെ പഴയ വീഡിയോയും കൂടെ അതിനകത്തൊക്കെ കയറ്റി വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ ഒക്കെ വെച്ചൊക്കെ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ ചില വീഡിയോസിൽ ചില ഗെറ്റപ്പിലൂടെ ചേട്ടൻ വരാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണ് ചേട്ടന് തോന്നിയത്? അത് ഈ ജോത്സ്യന്മാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. ഞാൻ ഫസ്റ്റ് ചന്ദ്രനിൽ ചോദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുക ജ്യോതിഷം ചെയ്യണം, ജ്യോതിഷം പറയണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ കൂടെ ഇരുന്ന് ചെയ്യണം എന്നാലും. ഇങ്ങനൊരു വേഷം കെട്ടാമെന്ന് കരുതുന്നത് എപ്പോഴാണ്? ശരി, ഞാൻ ഒരു വേഷത്തിൽ ഞാൻ വരാം എന്നൊരു തീരുമാനം എടുക്കുന്നത് എപ്പോഴാണ്? അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നതിൻ്റെ കാരണം എന്താണ്? അല്ല, അത് ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളപ്പോഴേ നമ്മളിങ്ങനെയുള്ള ചില അട്ടപ്പാടിയിലൊക്കെ പോകുമ്പോഴേ ചില ഇതൊക്കെ കെട്ടിയൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കും. സുഹൃത്തുക്കൾക്ക് ഇതുപോലത്തെ വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ലേ, ആരോ എടുത്ത് ഇൻസ്റ്റയിലിട്ട് അത് എത്രയോ അന്നത്തെ ഇതിൽ 15 ലക്ഷം പേരെന്തോ കണ്ടു. നിങ്ങൾ സുഹൃത്തുക്കളെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതുപോലത്തെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. വല്ലാത്തൊരു സഭയാണല്ലോ അത്. ഈ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ്? ഈ സ്കൂൾ ടൈമിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നോ? സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്,
അല്ലാതെ ഇവിടെയുള്ള കുറേ VIP-കളുണ്ട്, ആഹാ. കുറേ ഗുണ്ടകളുണ്ട്, പറയുമ്പോൾ എല്ലാം പറയണം. അങ്ങനെ നല്ലൊരു സുഹൃത്ത് പോലെ ഉണ്ട്. ചേട്ടൻ സംസാരം ശ്രദ്ധിച്ചൊരു കാര്യം, ഭയങ്കര ക്രിയേറ്റീവ് കൂടിയാണ്. ഇപ്പം നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അധികം ഉപയോഗിക്കുന്നു. പക്ഷെ ചേട്ടൻ്റെ സംസാരം ചേട്ടൻ പുതിയ പല വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ കേട്ടുള്ള പല പഴഞ്ചൊല്ലുകളും അല്ലെങ്കിൽ പല പ്രയോഗങ്ങളിലും ചേട്ടൻ്റെതായൊരു ഒരു 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 പൊടി ഇടാറുണ്ട്. ഇത് പണ്ട് തൊട്ട് എങ്ങനെയാണ്? പണ്ടോട്ട് ഇങ്ങനെ ചേട്ടൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രണ്ട് കാര്യം പറയാമോ ചേട്ടൻ ഇതേപോലെ ആഡ് ചെയ്തിട്ടുള്ള, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള? ഇപ്പോൾ ഈ ഡവറയോളി പോലും ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് ഈ ഡവറ വെക്കുന്ന സാധനമാണ്, അതിനെ വെച്ച് അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ളൊരു വാക്കാണ്. അല്ല, ആദ്യം ഈ ഡവറയോളി എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അത് ഭയങ്കര തെറിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് സിൽവർ ബട്ടൺ തന്നേക്കുന്നത് ഡവറയോളി അണ്ണനെന്ന് പറഞ്ഞാണ്. ചീത്തയാണെങ്കിൽ ഒരിക്കലും അത് കിട്ടൂലല്ലോ, ചീത്ത വാക്കാണെങ്കിൽ. അതെ. ഇപ്പം മലയാളത്തിൽ തന്നെ നമ്മൾ ഇവിടെ പറയണ ഒരു സാധനത്തിൻ്റെ പേരല്ല വടക്കോട്ട് പറയണത്. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദ്വയാർത്ഥം എന്നൊക്കെ പറയണത്, ഈ ദ്വയാർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും വേറെ സെന്റൻസുകൾ ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്നതാണോ അതോ നാച്ചുറലി അത് വരുന്നതാണോ? രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞത് വിളിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ രണ്ടെണ്ണം അടിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ മദ്യപിച്ചും വീഡിയോ ചെയ്യാറുണ്ടെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാതെ വീഡിയോ ചെയ്യാറുണ്ട്. ഇല്ലാതെ വീഡിയോ ചെയ്യാറുണ്ട്. ചേട്ടൻ ശരിക്കും സംസാരിക്കാൻ ഒരു പ്രചോദനം ഉണ്ടാക്കുന്നത് മദ്യമാണോ? അങ്ങനെയില്ല. ചേട്ടൻ്റെ പേരിൽ ഒരുപാട് കേസുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവിനുമായിട്ടുണ്ടായിരുന്നൊരു ആദ്യകാലത്തുണ്ടായിരുന്നൊരു കേസാണ്. അതിൽ പുള്ളിക്കാരൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തെന്നൊക്കെ കേട്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ? ഇല്ല, ബാബുവിനെ ഞാൻ കണ്ടില്ല. അവർ സൈബർ സെല്ലിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു, കൊച്ചി സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ അവിടെ പോയി എൻ്റെ 2 ഫോൺ അവർ വാങ്ങിച്ചു. കേസ് ചാർജ് ചെയ്യും. അപ്പം സിനിമയിലെ മുകൾ തട്ടിലുള്ളവരൊക്കെ പറഞ്ഞ് CM-ൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രമുഖ നടൻ അവിടെ വന്നു, ഇദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാണ് ബാബു, ഇങ്ങനെയാണ് കാര്യം. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് കൂടി പോയി, അത് ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അന്ന് അവ എന്തോ കയറി ശ്രീനിവാസൻ്റെ മോൻ്റെ ഒരു സിനിമയുടെ കാര്യത്തിന് എന്തോ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ എൻ്റെ ചാനൽ വഴി ഇട്ട് കൊടുത്തു. കേസ് നടക്കണുണ്ട് ഇപ്പോഴും. ചേട്ടൻ കേസുകളെ ഭയപ്പെടുന്നുണ്ടോ? ഇനി ഇതുപോലെ കേസുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം, അങ്ങനെ ഒരു ഭയപ്പെടലുണ്ടോ? മുകളിൽ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, സൈഡിൽ നോക്കിയ കോടതി, ഇപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ. അത് കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാ, നമ്മളെല്ലാവരും പറയും മുകളിൽ ആകാശം താഴെ ഭൂമി, അതോടെ നമ്മുടെ സെന്റൻസ് തീർന്നു. ഇപ്പൊ ചേട്ടനാണ് ആദ്യം അതിന് ക്രിയേറ്റീവായിട്ട് പുതിയൊരു സൈഡ് എടുത്തത്. എനിക്ക് ഇപ്പുറത്ത് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ, ഇപ്പുറത്ത് നോക്കുമ്പോൾ കോടതി, രണ്ടിടത്ത് എനിക്ക് പോകേണ്ടി വരും. ചേട്ടൻ സിനിമയിൽ വരുന്ന അവസരങ്ങൾ എങ്ങനെയാണ്? ഒരുപാട് വരുന്നുണ്ടോ? ചേട്ടൻ വേണ്ടാന്ന് വെക്കുന്നതാണോ? എന്താണ് വേണ്ടാന്ന് വെക്കുന്ന കാര്യം? ഞാൻ ജോലിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ജോലിയുടെ ഇടയിൽ കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്. യൂട്യൂബിലിട്ടാൽ പൈസ വല്ലതും കിട്ടുള്ളൂ. ഞാൻ അത് 5 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായാലും എമൗണ്ട് പറയാൻ പറ്റില്ല, ഇൻകം ടാക്സ് തന്നെ എടുത്തുകൊണ്ട് പോകും. എൻ്റെ കയ്യിലൊന്നുമില്ല, അത് വേറെ കിട്ടും. പക്ഷേ അത് നമ്മൾ ഒരാളിനെ വച്ച് അത് എഡിറ്റ് ചെയ്ത് മറ്റേതൊക്കെ ചെയ്തൊക്കെ ഇടും. ഞാൻ ചോദിക്കായിരുന്നു ചേട്ടൻ ആരെ എഡിറ്റ് ചെയ്ത് തരാമെന്ന് ഞാൻ ചോദിക്കായിരിക്കുമായിരുന്നു. അത് ഗൾഫിലുള്ള പിള്ളേരാണ്. ഓ, ഫ്രണ്ട്സ് ആണോ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ്. ഓ, അവരാണ് എഡിറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ. ഞാൻ 1-2 കണ്ട വീഡിയോസിൽ ഭയങ്കര ഒരു കളറൊക്കെ ചെന്ന് വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ. അത് കുറേ പിള്ളേർ ഈ ഓരോന്നൊക്കെ ഇങ്ങനെ അയക്കും എൻ്റെ അടുത്ത്, ട്രോള് ചെയ്യുന്ന ആൾക്കാർ. ശരിക്കും സിനിമയിൽ അഭിനയിച്ചാലും പൈസ നമുക്ക് കിട്ടത്തില്ലേ? കുറച്ചുകൂടി ഫെയിം ആവാൻ പറ്റും. വേണ്ട, ഇത് മതി. അഭിനയിക്കുന്ന ആൾക്കാരോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടും. അതൊന്നും ചേട്ടൻ പ്രലോഭനമായിട്ട് തോന്നിയിട്ടില്ല? ഞാൻ 2 വീഡിയോ ഇട്ടാൽ 10 സിനിമയിൽ അഭിനയിച്ച പോലെയാണ്, അത് മതി. ചേട്ടൻ നിരന്തരം സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയില്ല, ഞാൻ എൻ്റെ സിനിമ പോലും ഞാൻ കണ്ടില്ല. ആ സിനിമയുടെ പേര് വരെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഡയറക്ടർ വിളിച്ച് ചേട്ടാ കണ്ടോ അങ്ങനെ ചോദിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? നമ്മളെ ക്യാഷ് അക്ബർ അങ്ങനെ എന്തോന്ന് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഗറിൽ ഒറ്റ ദിവസം ഷൂട്ട്, 2 സീന്. നമ്മൾ JK ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ ഡയലോഗ് പറഞ്ഞാൽ നിങ്ങൾ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ ഡയലോഗ് പറഞ്ഞ് ഡവറേ വിളി എവിടെയാടാ ബീവറേജസ് എന്ന് പറഞ്ഞ് പറഞ്ഞ. എങ്ങനെയാണ് സിനിമയിലുള്ള അഭിനയം? ആ ഒരു അന്തരീക്ഷം എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമറ, ഇത്ര ആൾക്കാർ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ലല്ലോ കംഫർട്ടിൽ. അല്ലല്ലോ, ആദ്യമൊക്കെ വരണ്ട്. മോളിൽ ഒരു ക്യാമറ, അപ്പുറത്തെ ക്യാമറ, ഇപ്പുറത്തെ ക്യാമറ, 4 സൈഡും ക്യാമറ, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളെങ്ങനെ നടക്കണം എല്ലാം പറഞ്ഞു തരുമല്ലോ. എല്ലാം പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു തോന്നിയോ? ആദ്യം വരണ്ട് 4-5 ടേക്ക് എടുക്കേണ്ടി വന്നു. ആണോ? പിന്നെ എങ്ങനെ ഓക്കെ ആയത്? പിന്നെ മതിയായി ഇവർക്ക്, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. ക്യാമറ കൂടെ ചാടട്ടെ, ഞാൻ ചാടുന്നു, ക്യാമറ കൂടെ ചാടട്ടെ, അതായിരുന്നു. ചേട്ടന് ലൈഫിൽ ഇനി എന്തെങ്കിലും മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു എന്തെങ്കിലും നേടിയെടുക്കണമെന്നോ അങ്ങനെ എന്തൊരു ചിന്തയുണ്ടോ?
കാരണം ഇതുവരെ ചേട്ടൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരു സാധാരണ ആളെന്ന രീതിയിൽ പോയി പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി ഒരു പ്രശസ്തി പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് ചേട്ടൻ്റെ ലൈഫിൽ ഉണ്ടായി. ഇനി ചേട്ടൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും മുമ്പോട്ട് കാണുന്നുണ്ടോ? ഒന്നും ഞാൻ നാളെ എന്താണെന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്യാറില്ല, അങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും പ്ലാനഡ് അല്ല എനിക്ക്. ചേട്ടൻ്റെ പല വീഡിയോകളിലും എടാ മണിയാ എന്ന രീതിയിലൊരു തുടക്കവും അല്ലെങ്കിൽ അവസാനത്തിലോ ഈ മണിയാ മണി എന്നുള്ള വിളി കേൾക്കാറുണ്ട്. അതെന്താണ്? മണിയൻ ആരാണ്? അതൊരു വളരെ സീക്രട്ടായിട്ടുള്ള സംഭവമാണ്, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് 2 പ്രയോജനമുണ്ട്. ഒന്ന്, ഞാൻ പറയുന്നത് ഒരു വ്യക്തിയോടാണ്, ഒരു വ്യക്തി എന്നോട് ചോദിക്കുന്നതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. മണിയൻ എന്ന വ്യക്തി ചോദിക്കുന്നു, ഞാൻ മണിയനോട് പറയുന്നു. നാളെ ഒരു കേസ് വന്നാലും മണിയൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറയാം. അപ്പൊ മണിയനാണ് കുറ്റക്കാരൻ, ഞാനല്ല. മണിയൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ അറിയാണ്ട് പറഞ്ഞു മണിയനോട്, അത്രേ ഉള്ളൂ. അവർ 2 കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കാര്യം, മണിയൻ അന്വേഷിച്ച് ലോകം മുഴുവനും നടന്നാലും അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല. കാരണം പറ്റില്ല. ഇത് ദൃശ്യത്തിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് പോലെയാ, ആ സത്യം എന്നിലൂടെ ആരാണെന്നുള്ളത് മണ്ണിൽ അളിഞ്ഞഴിഞ്ഞ് പോട്ടെ മണിയൻ. അത്രേ ഉള്ളൂ. പക്ഷെ എന്നെ അറിയാവുന്നൊരു കാര്യം, അധികം പറയാത്തൊരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം, ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി പറയാനുള്ളെങ്കിൽ എന്തായിരിക്കും? എല്ലാം ഭൂമിയിൽ വെച്ചാണ് നടക്കുന്നത്. ഭൂമിയിൽ വെച്ച് നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല. റാക്കറ്റ് വരെ ഭൂമിയിൽ നിന്നല്ലേ മോളിൽ പോണത്. പക്ഷേ ആകാശത്ത് വച്ച് മാത്രം നടക്കുന്ന ഒരു സംഭവമുണ്ട്. പ്ലെയിൻ പോണല്ലേ? പ്ലെയിന് നടന്നാ പോണത്, നടക്കുന്ന സംഭവം. നടക്കുന്ന എന്താണെന്ന് അറിയാമോ? ആകാശത്ത് വെച്ച് പ്രത്യേകിച്ച് നടക്കാറില്ലല്ലോ, എല്ലാം പോവാണല്ലോ. കാക്കകളെ ഇണ ചേരുന്നത് ആകാശത്ത് വെച്ചാണ്. അത് ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു അറിവ് കിട്ടുന്നത്? കണ്ടിട്ടുള്ളതാണോ അതോ വായിച്ചറിഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പറഞ്ഞറിവുണ്ട്. നമ്മളെ തിരുവനന്തപുരം ഭാഷ തന്നെ പറയും കാക്കയെ പണി എന്ന് പറയും. മനസ്സിലായില്ലേ? അതായത് ഭൂമിയിലല്ല ആകാശത്തും അല്ലാതെ എന്നുള്ള ഒരു ഇതിനാണ് കാക്കയെ പണി എന്ന് പറയണത്. അതൊരു ചീത്ത വാക്കൊന്നുമല്ല. അല്ല 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 ചേട്ടൻ കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടൻ നിങ്ങളും കണ്ടിട്ടുണ്ടപ്പോൾ 2 കാക്കയും കൂടെ വന്ന് ഒരു ഇടി പിടിക്കും, കുറച്ചു നേരം ഇങ്ങനെ ഇതാ പോണ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് കാര്യം, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കരുതി കാക്കകൾ കാണാതെ വന്ന് ഇടിക്കുക. കാക്ക അത് മൂലം കൂടെയാണ് ഇടിക്കുന്നത്, തലയല്ല. ഞാൻ കരുതി റിവേഴ്സ് എടുത്തപ്പോ അല്ല, ഏത് പണ്ഡിതന്മാരെടുത്തായാലും ആരെടുത്തായാലും ചോദിച്ചാൽ മതി. കാക്ക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എവിടെ വച്ചാണെന്ന്. തറയെ വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ 1 പവൻ്റെ മാല വാങ്ങിച്ച് ഞാൻ അവന് കൊടുക്കാം. യാതൊരു ഒരു ഒരുത്തം പറഞ്ഞില്ലേ മയിൽ ഇണ ചേരൂല്ല, കണ്ണിക്കൂടെയാണ് പ്രസവിക്കണമെന്നാ, കണ്ണിക്കൂടെയാണ് എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞില്ലേ പരമതണ്ടി. അവസാനം അതിൻ്റെ ഫോട്ടോകളായിരുന്നു ഒരു 5-6 മാസം അല്ലേ ഈ ചാനലുകളിലും എല്ലാത്തിലും. ഞാൻ മയിലിനെ കണ്ടിട്ടില്ല, കാക്കയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മയിൽ ദേശീയ പക്ഷിയാണ്, നാളെ എന്നെ എടുത്തോണ്ട് പോകും. മൃഗങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പക്ഷിയാണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ പക്ഷി ചെയ്യാൻ അറിയുമെന്ന് അറിയത്തില്ല. ഈ പക്ഷി ഇണ ചേരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ഥലം സെലക്ട് ചെയ്യും, കാടിനകത്തൊരു സ്ഥലം സെലക്ട് ചെയ്യും. എന്നിട്ട് ആ കാടിനകത്തുള്ള എല്ലാ സ്ഥലവും വൃത്തിയാക്കും. അവിടെയുള്ള എല്ലാ ഇലകളും കരിയിലേക്ക് വൃത്തിയാക്കി ശിഖരങ്ങൾ വരെ മറ്റേ കരിയില കൊണ്ടൊന്ന് തേച്ച് മിനുക്കി നല്ല സൂപ്പറാക്കി ഇടും. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു പ്രത്യേക സൗണ്ട് ഇടും. എന്നിട്ട് കഴുത്തിൽ നിന്ന് ശേഖരിച്ച മഞ്ചാടി പോലത്തെ സാധനങ്ങൾ കൊണ്ടിടും. ഇതെല്ലാം ചെയ്യുന്ന ആണ, ഒരു പെൺ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ ചെയ്ത് അവസാനം ഡാൻസ് കളിക്കും. എന്നിട്ട് ഈ പെണ്ണ് വന്ന് ഇത് കാണും. കണ്ട് ഇങ്ങനെ ആട്ടിയുള്ള ഒരു ഡാൻസാണ്. ഇത് കണ്ടിട്ട് അവസാനം ഈ പെണ്ണ് മയങ്ങും. ഈ മയങ്ങുന്ന സമയത്താണ് ഇവൻ നേരെ ചാടി മണ്ടേ കയറുന്നത്. അങ്ങനെ പക്ഷിയുടെ പേരറിഞ്ഞൂടാ, പേര് മറന്നുപോയി. പറയില്ലാത്തവൻ പണ്ണാൻ പോയതല്ലേ ആയി. അങ്ങനെ ഞാൻ മറന്നു ചേട്ടാ. എനിക്ക് ഇത് ഈ സംഭവം നല്ല എല്ലാ സംഭവം, പക്ഷെ പക്ഷിയുടെ പേരും കൂടെ അറിയണ്ടേ, എന്നാലേ നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ തപ്പിയെടുത്ത് ചേട്ടൻ പോണതിന് മുമ്പ് ആ പേര് ഞാൻ പറഞ്ഞുതരാം. മൃഗങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ, കാരണം ആണുങ്ങളാണല്ലോ എപ്പോഴും എഫേർട്ട് ഇടേണ്ടത്, നമ്മളാണല്ലോ കഷ്ടപ്പെട്ട് കാത്തിരിക്കേണ്ടതും എല്ലാം ചെയ്യേണ്ടത്. ഇപ്പോഴും കാട്ടിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഒരു പക്ഷിക്കും. അതിൻ്റെ പേര് കേസ് വരും. നമ്മുടെ ഇപ്പോഴത്തെ ഈ യൂത്ത് തലമുറയെ പറ്റി ചേട്ടൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണ്? കാരണം നല്ല ജനറേഷൻ ആണോ? നല്ല ജനറേഷനൊക്കെ തന്നെ. ഇപ്പം എന്തൊരു MRD, RRD, KRRD, നാക്കിൻ്റെ അടി വയ്ക്കണത്, മൂക്കിനകത്ത് വയ്ക്കണതൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ. പക്ഷെ അതൊക്കെ വളരെ ദോഷം ചെയ്യും കേട്ടോ. ഞാൻ നേരത്തെ അതിൽ പറഞ്ഞത്, ഒരു അമ്മ സ്വന്തം പെറ്റ മാതാവിനെ അടിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ
അപ്പോൾ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, കേരളം ഭ്രാന്താലയായിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത്. പണ്ട് ഞങ്ങളൊക്കെ നമ്മളൊക്കെ ചെറുതിലുള്ള സമയത്തൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ 16 വയസ്സായപ്പോഴാണ് ബീഡി വരെ വലിക്കുന്നത്. എന്നാൽ സിഗരറ്റ് ഒന്നുമില്ല, ബീഡിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പോക്ക്, മയക്കുമരുന്നും മറ്റതും മറിച്ചതൊക്കെ നമ്മൾ ഗവൺമെൻറ്റായാലും ആരായാലും, എക്സൈസ് ആയാലും പോലീസായാലും നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ ദൂഷ്യമുണ്ടാവും. ഇനി വളർന്നു വരുന്ന ഭാവിയിലുള്ള പിള്ളേർക്ക്. ചേട്ടൻ ഇടുന്ന ഈ വീഡിയോ എടുത്ത് ആരെങ്കിലും നന്നാവുമെന്നോ അല്ലെങ്കിൽ ഒരു മാറി ഒരു ചിന്ത ചിന്തിക്കും ചേട്ടന് തോന്നുന്നുണ്ടോ അങ്ങനെ? ഞാനേ നന്നാവണില്ല, പിന്നെയാണ് ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർ നന്നാവാൻ. ഓക്കെ ചേട്ടാ, ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സത്യഭാമ എന്നൊരു സ്ത്രീ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ഒരു ഭയങ്കരമായ ഒരു ഇഷ്യൂ ഉണ്ടായി, കറുപ്പിൻ്റെ നിറം പറഞ്ഞിട്ട്. ചേട്ടൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റീച്ച് ആവുകയും ചെയ്യായിരുന്നു. ഇപ്പോൾ ചേട്ടൻ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി രോഷകുലനായിരുന്നു ആ വീഡിയോയിൽ. അതിൻ്റെ കാരണം എന്തായിരുന്നു ചേട്ടാ? ചേട്ടൻ അത്രമാത്രം അത് വേദനിപ്പിച്ചത് കൊണ്ടാണ് നിറത്തിൻ്റെ പേരിൽ ഒരാളെ? അത് പാടില്ല. ഇപ്പം ഇന്ന ആളെ ഇന്ന ജോലി ചെയ്യാവോ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കേരളത്തിൽ തന്നെ പരമ്പരാഗതമായി ജോലി ചെയ്തവരാരുമില്ല. ഇപ്പം തെങ്ങിക്കയറുന്നത് ബംഗാളിയാണ്. മറ്റുള്ള ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ബാർബറിൻ്റെ ഇതുണ്ട്, മറ്റേ അലക്കിൻ്റെ ഇതുണ്ട്, ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്, സ്വർണ്ണപ്പണി. ഇതൊക്കെ ഇപ്പോൾ എവിടെ പോയി? പരമ്പരാഗതമായി ചെയ്യണ ആരുമില്ല. മനസ്സിലായിട്ടാ. അപ്പം അവിടെ വെളുപ്പും കറുപ്പും നീലയും പച്ചയൊന്നുമില്ല. അതെ, എവള് കലാമണ്ഡലത്തിൽ ഇപ്പോൾ 2 മാസം ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചീത്ത പറഞ്ഞ. ഇപ്പം ആ മണിയുടെ അനിയൻ എന്തോ അവിടെ ഒരു പോസ്റ്റും കിട്ടിയല്ലോ. അതെ, അവിടെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യങ്ങളെ തുറന്ന് തന്നെ പറയണം. നമ്മളെല്ലാം ഞെട്ടിച്ചൊരു വീഡിയോ ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾ കണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ TV ഇട്ട് നോക്കുമ്പോൾ ചേട്ടൻ 1 ചിരി 2 ചിരി ബമ്പർ ചീറ്റ സ്റ്റേജിൽ നിൽക്കുക സ്റ്റാൻഡപ്പ് ചെയ്യാനായിട്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഞാൻ അവിടെ ഗസ്റ്റായിട്ട് പോയതാണ്. ഓ, വിധി പറയാൻ ഗസ്റ്റായിട്ട് പോയത്? അല്ലല്ല, എന്നെ വിളിച്ചങ്ങനെ പോയതാണ്. ഞാൻ ഒരു ഇത് ചെയ്യണം, അപ്പം എന്ത് വേണമെങ്കിലും എനിക്ക് അവിടെ ചെയ്യാം. പ്രൊഡ്യൂസറും ഡയറക്ടറും മറ്റേ എഴുതണം, അവരൊക്കെ നമുക്കറിയാവുന്ന ടീമുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയെങ്കിലും എടുക്കണം. അപ്പം നമ്മൾ ഇത് വരണതിൻ്റെ അന്ന് അവരുടെ ടൈം മാറണമുണ്ട്. ഇപ്പോൾ കാർത്തിക് സൂര്യയൊക്കെ ഉണ്ടല്ലോ, കാർത്തിക് സൂര്യയുണ്ട്, സാബമ്മ ഉണ്ട്, മഞ്ജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം വിസിലായിരുന്നു. അത് എൻ്റെ വായന ചീത്ത വരാതിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കാനാണ് വിസിലെടുത്തത്. അത് അവർ തന്നെ തന്നതാണ്. ഈ ഐഡിയ ആരായിരുന്നു? വിസിൽ വന്നാൽ നമുക്ക് തൽക്കാലം സാബമ്മ ഉണ്ട്, മഞ്ജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അണ്ണൻ്റെ എന്തെങ്കിലും എടുത്ത് കഴുത്തി ഇട്ടുകൂടി ഇല്ലെങ്കിൽ പണിയാവും. 6-7 ക്യാമറ വെച്ചല്ലേ ഷൂട്ട് ചെയ്യണത്. ശരിക്കും വിസിൽ ഉപകാരപ്പെട്ടു. ആ ഒരു ഫ്ലോയിൽ അവസാനം ചേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടൻ ഇപ്പൊ ഒന്ന് പറയുന്നു പ്രതീക്ഷിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ വിസിൽ എടുത്തിട്ട് ഒരു അവസാനം ചേട്ടൻ തന്നെ പറഞ്ഞു, എന്തിനാണ് ഈ വിസിൽ ഞാൻ കൊണ്ടുവന്നത് അറിയാമല്ലോ എന്ന രീതിയിൽ. പിന്നെ അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, ട്രിവാൻഡ്രം സ്ലാങ് പറയുന്ന ശശി, ഗൗതം ശശി, അത് തന്നെ, അവന്റെ അച്ഛനായിട്ട്. അത് ഞങ്ങൾക്ക് 2-3 പേർക്കേ അറിയാവൂ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണ കാര്യം. ഡയറക്ടർക്ക് അറിയാം, എനിക്കറിയാം, വേറെ സാബുവിനെ മഞ്ജുവിനെ ആർക്കും അറിഞ്ഞൂടാ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ നമ്മൾ സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവൻ തന്നെ ഞെട്ടിപ്പോയി. അത് നാച്ചുറലായിട്ടുള്ള ഒരു ഇതായിരുന്നു. അത് ഞങ്ങളും ആലോചിക്കരുത്, ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്താൽ അത്രമാത്രം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഡൗട്ടാണ്, ഇത് റിയൽ ആയിട്ട് സ്ക്രിപ്റ്റഡ് ആണ്. കുറേ ഇത് വന്നിരുന്നു, പക്ഷെ അവര് സമയപരിധി മൂലം അത് കട്ട് ചെയ്തു. പിന്നീട് ചേട്ടൻ ബമ്പറിലേക്ക് പോകാതിരുന്ന ഒരു വിളിക്കുന്നു, ഒരുപാട് പ്രാവശ്യം വിളിച്ചു. നമുക്ക് ഒരു 3-4 ദിവസം, ഒരു ദിവസം സ്ക്രിപ്റ്റ്, ഒരു ദിവസം റിഹേഴ്സൽ, ഒരു ദിവസം ഷൂട്ട്, ഗ്രൂമിങ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ചിലപ്പം 2-3 ഒക്കെ ചെയ്യേണ്ടി വരും. എനിക്കങ്ങനെ മാറിയിരിക്കാൻ പറ്റില്ല, കൊച്ചിയിലല്ലേ. പക്ഷെ നല്ല ആൾക്കാരെല്ലാം നല്ല, വേറെയും കുറേ ചാനലുകളൊക്കെ വിളിച്ച്. ശരിക്കും ഈ യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റൂം, നമ്മുടെ വീട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. നമ്മളൊരു സ്റ്റേജിൽ പോകുമ്പോൾ, ഇതേപോലെ ഒരു ഫ്ലോറിൽ പോകുമ്പോഴത്തേക്ക് ഇത്ര ക്യാമറ ഉണ്ട്, ഇത്ര ആൾക്കാർ കാണാറുണ്ട്, ജഡ്ജസ് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഈ സൗണ്ടും ബഹളവും, ഇതിൻ്റെ ഇടയിൽ ചെയ്യാനുള്ളൊരു ധൈര്യം ചേട്ടൻ എങ്ങനെയാണ്? ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു? എന്തായിരുന്നു? പിന്നെ കാര്യം, നമ്മൾ എവിടെ നോക്കണം, എന്ത് നോക്കണമെന്ന് അറിയാൻ പറ്റില്ല, എല്ലായിടും ക്യാമറയാണ്. അതെ. പക്ഷെ എന്നാ ഒരു തീരുമാനം എടുത്തപ്പോഴാണ് ഓക്കെ ഞാൻ ചെയ്യാം, എനിക്ക് ആ പേടിയില്ല? അല്ല, എന്നെ അവർ കുറേ പ്രാവശ്യങ്ങളൊന്നും വിളിച്ചിങ്ങനെ. അപ്പം എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്, ഞാൻ പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിലൊക്കെ കയറി ഇങ്ങനെ ഒരു സംഭവം ചെയ്യണത്. പിന്നെ എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ്, ക്യാമറയിൽ ഇങ്ങനെ വരണം, അങ്ങനെ വരണം, കുറേ കാര്യങ്ങൾ, ഡയലോഗിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇതൊക്കെ നമ്മൾ ചുമ്മാ ഇരുന്ന് ചീത്ത വിളിക്കും പോലെ അല്ലല്ലോ. അതെ, കുറേ കാര്യങ്ങൾ പഠിക്കാം. ചേട്ടൻ ഇനിയും അവിടെ പോകണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട
1-2 എപ്പിസോഡുകളായിരുന്നു അത്. ചേട്ടൻ്റെ ആ പെർഫോമൻസും ഈ ശശിയുമായിട്ടുള്ള കോമ്പിനേഷനും ഒക്കെ. എൻ്റെ ഒരു പാട്ട് ഇപ്പോൾ ഇറങ്ങും, അത് അടപ്പെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യത്തിലുള്ള കുറച്ച് പിള്ളേരെടുത്ത ഒരു സംഭവമായിരുന്നു. അത് കോവിഡ് കാലത്ത് വരേണ്ട സംഗതിയായിരുന്നു. നല്ലൊരു സംഭവമാണ് അത്, ഭയങ്കര കളർഫുള്ളാണ്. അത് ചേട്ടൻ പാടിയതാണോ എന്താ ചെയ്തത്? അല്ലല്ല, ഡാൻസ്. ചേട്ടൻ ഡാൻസ് ഉണ്ട്? ഡാൻസും പാട്ടും ആക്ഷനൊക്കെ ഉണ്ട്. ആക്ഷനും ഉണ്ടോ? അല്ല, ഈ കൈ വെച്ചുള്ള വെച്ചിട്ടുള്ള പാട്ടെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ തനത് ശൈലിയിലുള്ള പാട്ടാണ്. തെറി ഉണ്ടാകും? ഇല്ല, തെറിയൊന്നുമില്ല. അത് തെറി എങ്ങനെയാണെന്നില്ല. അത് നല്ലൊരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ കൂടെ വേറെ കുറേ നമ്മൾ അനുവൊക്കെ ഉണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ ഉള്ള അന്ന് ചെയ്തിട്ട് പിന്നെ എന്താ ഇത്രയും കാലം? 2 വർഷത്തിന് മുമ്പ് ചെയ്തതാണ്. അവർക്ക് ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ അതിലുണ്ടായിരുന്നവരൊക്കെ പോയി. ചുരുളി സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടിരുന്ന ഒരു കക്ഷിയാണ് അതിൻ്റെ ഡയറക്ടർ. ഈ അടുത്ത കാലത്ത് എറണാകുളത്തുനിന്ന് ഒരു ലേഡി എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട്, ഇങ്ങനെ ഗൾഫിലുള്ളവർ വിളിച്ചു പറഞ്ഞു, മാമ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നേക്കുന്ന ഒരു ലേഡി, അവരെ ഒരുപാട് തെറി പറഞ്ഞു, അവർ കേസ് ഫയൽ ചെയ്യും. അപ്പോൾ അവരാണ് നമ്മളെ സുരാജ് പാലക്കാരനെതിരെ പരാതി കൊടുത്ത് അയാളെ പിടിച്ച് പോലീസ് ഇതാക്കിയത്. ഞാൻ ജയിലിലടക്കമൊന്നുമില്ല, സൈബർ കേസിൽ ജയിലിൽ നിന്ന് സ്റ്റേഷൻ ജാമ്യം തന്ന് വിടും. അങ്ങനെയാണ്. ഇപ്പം അപ്പം എൻ്റെ നമ്പർ കൊടുന്നു പറഞ്ഞു. ഒരു ദിവസം രാത്രി ഒരു 7 മണിക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വന്നു നിൽക്കുമ്പം കോൾ വന്നു. അപ്പോൾ ഞാൻ എടുത്തു. ഞാൻ ഹലോ, കൃഷ്ണപ്രസാദാണോ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങളെന്തിനാ ഇങ്ങനെ ഈ നടികളെയൊക്കെ വെടികളെന്ന് പറയുന്നത്? അപ്പോൾ എനിക്ക് കത്തി മറ്റവളാണ്. ഞാൻ പറഞ്ഞു മാഡം എവിടെയാണ്? ഞാൻ എറണാകുളത്താണ്, ഞാൻ ലോയറാണ്. അത് ശരി മാഡം, നമ്മൾ ആറ്റുകോലി വന്നിട്ടുണ്ടോ? ആറ്റുകലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കരിക്കകത്ത് വന്നിട്ടുണ്ടോ? കരിക്കകം ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അവിടെ വെടി വഴിപാടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വലിയൊരു ബോർഡ്. അപ്പോൾ മാഡം വന്ന് നോക്കണം. ബഡ്ജറ്റ് ഒരു 10 പാളിൽ, അതോടെ തീർന്നു. പൈസ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, മനസ്സിലായില്ലേ? ഭീഷണിപ്പെടുത്തി പൈസ. നമ്മളെ പിടിച്ചുറച്ചോണ്ടിരിക്കണം, പിന്നെ നമ്മളെ പിടിച്ചുറയ്ക്കേ. ചേട്ടൻ ഇതുപോലെ ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും പബ്ലിക് നടക്കുന്ന സമയത്തോ റോഡിൽ പോകുന്ന സമയത്തോ ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ല ഇതുപോലത്തെ അങ്ങനെ എന്തെങ്കിലും അനുഭവം? വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനേ വരുള്ളൂ. ആരും ഒരു മോശമായിട്ട് ആരും അങ്ങനെ സംസാരിക്കാൻ വരാറില്ല. മെസ്സേജ് പോലും അങ്ങനെ ഒരു 100 എണ്ണം മറ്റേ ഇത് വന്നാലും 1-2 ഒക്കെ ഉണ്ടാകും. കൂടുതൽ ആളുകൾ ചേട്ടനോട് താല്പര്യമാണ്, ഇഷ്ടമാണ് ചേട്ടൻ്റെ സംസാരത്തോടും. വ്യക്തിപരമായി എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരും ഞങ്ങളെല്ലാം ചേട്ടനെ പറ്റി പറയുന്നത് കൊള്ളാമല്ലോ, രസമാണല്ലോ എന്ന രീതിയിൽ നമ്മുടെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ ചേട്ടൻ്റെ വീഡിയോ. ഈ കണ്ടന്റ് കിട്ടണ്ടേ, അപ്പം അങ്ങ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പം അതാണ് ഞാൻ പിന്നെ ഈ ജ്യോതിഷത്തിലൊക്കെ നമ്മൾ കുറേ നേരം ഇരുന്ന് അതൊക്കെ നോക്കണം. നോക്കി പിന്നെ അതിൻ്റെ ഗുട്ടൻസിലോട്ടൊക്കെ പോകണം. മറ്റേ ഇതൊരു ദ്വയാർത്ഥം ഒക്കെ കണ്ടുപിടിച്ച് ഒക്കെ വരണം. അത് ഇവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു, എന്തോന്ന് ഹൈന്ദവ ഏതോ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞു രാവണന് 10 തല, പക്ഷെ മറ്റേത് 1 ഉള്ളൂ എന്ന് പറഞ്ഞു. അതിപ്പോൾ കാലത്ത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ? അങ്ങേരെ അവിടെയൊന്നും വരില്ല. അവിടെ നിന്ന് നിങ്ങൾ ഇനോവ പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങേരെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. അതിനേക്കാളും നമ്പർ തരാൻ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? യാത് കൂടുതൽ വേണമെങ്കിലും ഞാൻ പറയാം. രാവണൻ എന്നൊരു വ്യക്തിയുണ്ട്, 10 തലയുണ്ട്. ആമാരൊക്കെ ഇപ്പം വേണ്ടാതെ. ഇതുപോലെ വേറെ എന്തെങ്കിലും ഭീഷണികളോ അതിനുള്ള മറുപടികളോ എന്തെങ്കിലും വന്നാൽ ഞാൻ കട്ടാക്കി മറുപടി കൊടുക്കും. നമുക്കൊന്നും അപ്പം തന്നെ ഒരു ഇത് ഞാൻ അയച്ച് അവിടെ നിന്ന് മെയിൽ ചെയ്ത് കൊടുത്തു. അതോടെ തീർന്നു. പരാതിക്കാരനെ പിന്നെ അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവൻ്റെ പരാതി തീർന്നു. അപ്പോൾ ഇനിയും ചേട്ടൻ്റെ ഇതുപോലുള്ള തുറന്നു പറച്ചിലുകൾ വീഡിയോകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ ഇപ്പോൾ ഇടുന്ന ഗ്യാപ്പ് വിട്ട് എപ്പോഴും ചേട്ടൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ വരണമെന്നും ഞങ്ങളെല്ലാം അത് കാണാനായി കാത്തിരിക്കുകയും ചെയ്യണം. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ചേട്ടൻ്റെ ഓരോ വീഡിയോകൾക്കായി. വ്യക്തിപരമായി എനിക്ക് ചേട്ടനെ നേരിട്ട് കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞാനും ഭയങ്കര ഒരു കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ കാണാൻ പറ്റിയിട്ടുള്ള സന്തോഷം എനിക്കുമുണ്ട്. നമ്മുടെ ഡവറോളി ചേട്ടൻ്റെ വരാൻ പോകുന്ന വീഡിയോകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ ചേട്ടൻ്റെ തിരക്കിനിടയിൽ സിനിമയിൽ പോലും പോകാത്ത ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വന്നൊരു ഇൻ്റർവ്യൂ തന്നതിൽ വലിയ സന്തോഷം ചേട്ടാ. താങ്ക് യു.